now. നമ്മുടെ ജെൻഡർ ട്യൂട്ടോറിയൽസിൽ എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 9 ആണെന്ന് തുടങ്ങുന്നത്. ഒന്നാം എണ്ണം താളത്തിൽ കയറ്റണം. ഒന്നാമത്തെ എണ്ണം നമ്മൾ താളത്തിൽ കയറ്റണം. ഈ താളം ഏകതാളമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏകതാളത്തിലെ ഒന്നാമത്തെ എണ്ണമാണെന്ന്. അപ്പോൾ ഏകതാളം ഒരു വലിയ അടി ഒരു ചെറിയ അടി, അല്ലെങ്കിൽ ഒരു അടി ഒരു അമുക്ക് എന്നൊക്കെ പറയും. ധീ യം ധീ യം എന്നാണ് ഇത് പോകുന്നത്. ധീ യം ധീ യം ധീ യം ധീ യം ധീ യം. അപ്പോൾ ഇങ്ങനെ ഇതങ്ങ് നിലയ്ക്ക് നിന്നോളും. ഈ താളം ഇങ്ങനെ തന്നെ അങ്ങ് നിലയ്ക്ക് നിന്നോളും. ഇതിലാണ് നമ്മൾ ഒന്നാമത്തെ എണ്ണം എടുക്കേണ്ടത്, ആ മേളം എടുക്കേണ്ടത്. താളത്തിലെടുക്കുമ്പോൾ നമ്മൾ തരികിടതാം ഇത്തരികിടതാം എന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലെ ഈ എന്ന് വെച്ചാൽ താളമാണെന്ന്. ഈ തരികിടതാം ഈ തരികിടതാം ഈ തരികിടതാം ഈ തരികിടതാം ഈ തരികിടതാം ഈ തരികിടതക ഇണ്ടൂർത്തിക്കിള ഈ തരികിടതാം ഈ തരികിടതാം ഈ തരികിടതാം ഈ തരികിടതാം ഈ തരികിടതക ഇണ്ടൂർത്തിക്കിള. ഇങ്ങനെയാണ് താളം പോകുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ മേളം ചെയ്യേണ്ടത്. എങ്ങനെ മേളം ചെയ്യണമെന്ന് ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പം താളം ഈ ഗതിക്കും ധീയം ധീയം ധീയം. ഇതിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത്തരികിടതാം 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 ഇത്തരികിടതക ഇണ്ടൂർത്തിക്കിള ഇത്തരികിടതക ഇണ്ടൂർത്തിക്കിള. എല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങൾ പഠിച്ചതാണ്. അത് താളം കൂടെ വരപ്പം വലിയ അടിക്ക് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഓക്കെ, വലിയ അടിക്ക് ശേഷമേ എടുക്കാവൂ. വലിയ അടിയാണ് ഈ. വലിയ അടിക്ക് ശേഷമേ നമ്മൾ എടുക്കാവൂ. വലിയ അടിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വലിയ അടിയാണ് ഈ. ഇത്തരികിടതാം ഇത്തരികിടതാം ഇത്തരികിടതാം. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ അടി വരുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. വലിയ അടി അതിനെ ശ്രദ്ധിക്കുക. ഇനി ഇത്തരികിടതക ഇണ്ടൂർത്തിക്കിള. വലിയ അടിക്ക് ശേഷം പതിയെ അങ്ങടുത്ത് ആ താളം മനസ്സിൽ വേണം. എന്താ ഇത്തരികിടതക ഇണ്ടൂർത്തിക്കിള ഇത്തരികിടതക ഇണ്ടൂർത്തിക്കിള ഇത്തരികിടതക ഇണ്ടൂർത്തിക്കിള. ആ ഇണ്ടൂർത്തിക്കിളയുടെ ഈയും വലിയ അടിയാണ് അല്ലേ. ഇണ്ടൂർത്തിക്കിള ഇണ്ടൂർത്തിക്കിള ഇണ്ടൂർത്തിക്കിള. ഇത്രയും മനസ്സിൽ വെച്ചാൽ മതി. നമുക്ക് ഒന്നെണ്ണം ഫുള്ളും എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എടുത്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കുക. ഫുള്ള് നമ്മൾ എടുക്കുന്നതാണ്. ചെണ്ടയിൽ നമ്മളത് പിന്നീട് ചെയ്യുന്നതാണ്. ആദ്യം പലവേൽ പഠിച്ച് സെറ്റാകണം. താളമൊക്കെ ഒന്ന് മനസ്സിൽ വേണം. എന്നിട്ട് ചെണ്ടയിലോട്ട് പതിയെ പതിയെ ഇരിക്കുക. അപ്പോൾ ഒന്നാം എണ്ണം ഫുള്ളായിട്ട് മുത്തായ്പ് വരെ നമ്മൾ എടുക്കുന്നതാണ്. ശ്രദ്ധിച്ച് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഈ താളം ആരെങ്കിലും ഒരാൾ പിടിച്ച് തരണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ താളം വേണം. ഇല്ലെങ്കിൽ നമ്മളെ കൂടെ കൊട്ടണം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എങ്കിലും ഒരെണ്ണം ചെയ്യുക.
നമ്മുടെ മൂന്നാം കാലത്തിലും മുത്തായിപ്പിലും നമ്മൾ ഈ താളത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ ഇണ്ടൂർ തിക്കിള. അവിടെ മാത്രം നമ്മൾ ചെറിയ അടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതങ്ങനെ വരും. അതങ്ങനെ വരും. അതായത് കണക്കാക്കണ്ട, വലിയ അടിക്ക് വേണ്ടി കാത്തിരിക്കണ്ട. അത് രണ്ട് നമ്മൾ ഇണ്ടൂർ ദിക്കിള വയ്ക്കുമ്പോൾ പിന്നെ ആ ചെറിയ അടിയെ വന്ന് കയറാം. അത് നമ്മൾ നോക്കണ്ട, നിങ്ങൾ ആ താളത്തിലങ്ങ് എടുത്താൽ മതി. ആ താളത്തിൽ നിങ്ങൾ അവിടെ പതറെഴുത് കറക്റ്റ് അങ്ങ് എടുത്തോണ്ട് പോവുക. നമ്മൾ ഈ മേളം ഒന്ന് കേട്ട് വെച്ചേക്കുക. ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ 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 തിക്കിള, ഇണ്ടൂർ 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 തിക്കിള, ഇണ്ടൂർ ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ തിക്കിള, ഇണ്ടൂർ തിക്കിള. അടുത്ത വലിയ അടിയിൽ ഇക്കിള കിടതക തരികിട തരികിട ഇറ കിടതക തരികിട ഇറ കിടതക തരികിട ഇറ കിടതക ത. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ചെറിയ അടിയിലാണ് ഇഡി മിഡി ടീ കിട ദിന്ന കിട്ട തീ കിട തരികിട താം എടുക്കേണ്ടത്. വലിയ അടി കഴിഞ്ഞ് ഒരു നിമിഷം കഴിയുമ്പോൾ ചെറിയ അടി, ആ അടിയിലാണ് ഈ ടീ ഇട്ടി ടീ കിട ദിന്നാ കിട്ട തീ കിട തരികിട എടുക്കേണ്ടത്. അത് വേണം. ഇത്തരികിടതക തരികിട തരികിട ഇറ കിടതക തരികിട ഇറ കിടതക തരികിട ഇറ കിടതക ത. ഇഡീം ഇഡി ടീ കിട ദിന്ന കിട്ട തീ കിട തരികിട താം. ചെറിയ അടിയിലാണ് ഇട്ടിട്ടിരിക്കുക. അപ്പം നോക്കോ, ഇഡീം ഇഡി ടീ കിട ദിന്ന കിട്ട തീ കിട തരികിട താം. അത് ഞാൻ താളത്തിൽ ഇപ്പൊ പതിയെ എടുത്ത് കാണിച്ചു. നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി ഈ പാർട്ടെന്ന് കരുതുന്നു. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇങ്ങനെ താളങ്ങൾ പഠിച്ച് വരുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കോളും. ഒന്നുകൊണ്ടും പേടി വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ കൊട്ടിയത് നിങ്ങൾ കറക്റ്റ് കേട്ട് വെക്കുക, കേട്ട് മനസ്സിലാക്കുക, അതേപടി എടുക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ താളം മനസ്സിൽ ഉറപ്പായിട്ട് വേണം. താളം ഇല്ലാതെ മേളമില്ല. അപ്പം നമ്മൾ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. വീഡിയോയുടെ സ്പീഡ് കുറച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കുക. താളത്തിന് വെളിയിൽ പോകരുത് നമ്മൾ മേളം ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ കൊട്ടുന്നത് കറക്റ്റ് നോക്കി വയ്ക്കുക. അതേ കണക്ക് തന്നെ അതേ ട്യൂണ് തന്നെ നമ്മൾ കൊട്ടുമ്പോഴും വരണം. അല്ലാതെ അത് ശ്രമത്തിലൂടെ നടക്കത്തുള്ളൂ. ഒരുപാട് ശ്രമിക്കുക. ഇതൊന്നും ഓക്കെ ആയാൽ മതി. നമ്മുടെ ചെണ്ടമേളം പിന്നെ ബാക്കി എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആവും. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. സോ ഇതായിരുന്നു നമ്മുടെ പാർട്ട് 9. നമ്മൾ നമ്മുടെ ഒന്നാം എണ്ണം, ഏകതാളത്തിലെ ഒന്നാം എണ്ണം, ഒന്നാം കാലവും രണ്ടാം കാലവും മൂന്നാം കാലവും മുത്തായിപ്പും താളത്തിൽ കയറ്റിക്കഴിഞ്ഞു. നിങ്ങളിത് ഈ വീഡിയോ ആണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. ഇങ്ങനെയാണ് താളത്തിൽ കൊട്ടുന്നത്. ഇനിയുള്ള എല്ലാ മേളവും താളത്തിലാണ് കൊട്ടുന്നത്. ഇതൊരു ബേസാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാവുക. ഇനി മനസ്സിലാക്കുക. അടുത്ത കാലങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊക്കെ മാറിക്കോളും. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.
Oh.